ചായക്ക് പെട്ടെന്നൊരു സ്നാക്ക് കഴിക്കണം എന്ന് തോന്നിയാൽ നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ചേരുവകൾ വെച്ച് ഉണ്ടാക്കുന്ന ഒരു ബജി റെസിപ്പിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അതിന് വേണ്ട സാധനങ്ങൾ: ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു മീഡിയം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു മീഡിയം സവോള ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പച്ചമുളക് 2 എണ്ണം, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 നുള്ള് കായത്തിൻ്റെ പൊടി, പാകത്തിന് ഉപ്പ്, ബേക്കിംഗ് സോഡ വേണ്ടവർക്ക് 1 നുള്ള് ബേക്കിംഗ് സോഡ ചേർക്കാം. ഇനി അതിലേക്ക് ചതച്ച് ചേർക്കാൻ 4 ടേബിൾ സ്പൂൺ പരിപ്പ് എടുത്തിട്ട് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്, 4 വലിയ വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, അതിലേക്ക് ഒരു പച്ചമുളകും ചേർത്ത് ചതച്ചെടുക്കാം. 1 കപ്പ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയോ ഉപയോഗിക്കാം. ആദ്യം നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒരു 5 മിനിറ്റ് നല്ല തണുത്ത വെള്ളത്തിൽ ഇട്ട് വെക്കണം. ഉരുളക്കിഴങ്ങിലൊരു പശപ്പശപ്പുണ്ട്, അത് പോകാൻ വേണ്ടിയാണ്. ഉരുളക്കിഴങ്ങ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് പരിപ്പും ബാക്കിയുള്ളതൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകേണ്ട, പരിപ്പ് വടക്കെല്ലാം ചതച്ചെടുക്കുന്ന പോലെ ചതച്ചെടുത്താൽ മതി. പരിപ്പ് ചതച്ചെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വെള്ളം വാരാൻ ഒരു അരിപ്പയിലേക്ക് മാറ്റിവെക്കാം. വലിയൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ചതച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്രേ ചതഞ്ഞ് കിട്ടാൻ പാടുള്ളൂ. ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം, സവോള ചേർത്ത് കൊടുക്കാം, നമ്മൾ എടുത്ത് വെച്ച പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം, കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് വെള്ളമെല്ലാം പോയി കിട്ടിയിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒട്ടും വെള്ളമില്ലാതെ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൈ കൊണ്ട് തന്നെ നന്നായി ഒന്ന് ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കുക. 2 മിനിറ്റ് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഉരുളക്കിഴങ്ങിലും സവോളയില്ലാതെ നിന്ന് വെള്ളം ഇപ്പോൾ ഇറങ്ങി വരും. അതിനുശേഷം അതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം. വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. 2 മിനിറ്റ് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കയ്യിൽ ഉരുട്ടിയെടുക്കാൻ പാകത്തിലായിരിക്കണം. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. അങ്ങനെയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടി അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മുടെ മിക്സിയിൽ നിന്ന് ഇഷ്ടമുള്ള ഷേപ്പിൽ ചേർത്ത് കൊടുക്കാം. ബോൾ ഷേപ്പിലോ ഓവൽ ഷേപ്പിലോ റൗണ്ട് ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊരിച്ചെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ച് പൊരിച്ചെടുക്കരുത്. പുറം ഭാഗം മാത്രം അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളു വെന്തിട്ടുണ്ടാവുകയില്ല. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കെല്ലാതും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചിട്ട് നന്നായി തന്നെ ഗോൾഡൻ കളർ ആവണ വരെ പൊരിച്ചെടുക്കണം. ഈ ബജി എപ്പോഴും നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം. അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അരിപ്പൊടിയിൽ ചെയ്തെടുത്തുകൊണ്ട് ഒട്ടും തന്നെ ഓയിലൊന്നും കുടിക്കുകയില്ല. ഇപ്പോൾ ബജിയെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
ഇഷ്ടമായവരെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും